പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ അവല് അതുപോലെ നാളികേരം ഇച്ചിരി പഞ്ചസാര ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ട് അമ്മ ചായക്ക് തരും. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും തോന്നാറില്ല. ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നമാണോ അത് അവരുടെ പ്രശ്നമാണോ എന്നറിയില്ല, ആ ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അവൽ നനയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അവലെടുക്കുക, അത് ഏത് കളർ അവൽ വേണമെങ്കിലും ആവാട്ടോ. അവൽ പിന്നെ ഉള്ള നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള നട്ട്സൊക്കെ ചേർത്ത് തന്നെ. ആ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പ് അതുപോലെ പൊട്ടുകടല അതും കൂടെ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തു. ഈ പൊടിയിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ ശർക്കര ചീകിയെടുത്തത് കേട്ടോ, അതായത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൽ മണൽത്തരി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനിയായിട്ട് ആ പാനി ചേർക്കാം. പക്ഷേ എനിക്കതിൻ്റെ പരുവം ഒരു നൂൽപ്പരുവം എന്നൊക്കെ പറയും, അതെനിക്കറിയില്ലാത്ത ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാനിതുപോലെ പൊടിച്ചാണ് ഇട്ടത്. പിന്നെ കുറച്ച്, അതായത് ഒരു ചെറിയ 1-2 സ്പൂണ് മാത്രം വെള്ളം ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഒന്ന് ഉണ്ട പിടിക്കാൻ പാകത്തിന് തിരുമ്മിയെടുക്കുക. അങ്ങനെ ഉണ്ട പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊടിച്ച പൊടിയിൽ ഞാൻ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായി. ഇത്തിരി ഒരു സ്പൂൺ വെതറെ ചുമ്മാ ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ അവലുണ്ട റെഡി. കഴിക്കാൻ ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അരി കൊണ്ട് ഉണ്ട ഉണ്ടാക്കും. അരി വറുത്ത് പൊടിച്ചിട്ട് ഇതേ മെത്തേഡിൽ അരി കൊണ്ട് ഉണ്ട ഉണ്ടാക്കും. അപ്പോൾ ഈ അവലുണ്ടയേക്കാളും കൂടുതൽ എനിക്കിഷ്ടം തോന്നിയത് അരിയുണ്ടയാണ്. കാരണം അരിയുണ്ട പൊടിക്കുമ്പോൾ നമുക്ക് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല, ഒരു ചെറിയ തരിതരിപ്പുണ്ടാവും. അപ്പോൾ ആ തരിതരിപ്പോടുകൂടി അരിയുണ്ട കടിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ അവലുണ്ടയാകുമ്പോൾ നല്ല ഫൈനായിട്ടാണ് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ എനിക്ക് അത്രയും ടേസ്റ്റ് സോഫ്റ്റാണ്, പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് അരിയുണ്ടയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയുക. അതുപോലെ കഴിക്കാത്തവർ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ബൈ.